അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. TP വധക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിന് CPM നേതാവ് എളമരം കരീമിനെതിരെ കേസ്. ഇന്ന് ഭാരത് ബന്ദിൽ പരക്കെ ആക്രമണം. കർണാടകയിൽ 11 ബസ്സുകൾ നശിപ്പിച്ചു. ഇന്ന് പുകയില വിരുദ്ധ ദിനം. നിരോധനം കാറ്റിൽ പറത്തി പൊതുസ്ഥലങ്ങളിൽ പുകവലി വ്യാപകം. പാൻ മസാല ഉപയോഗം പ്രത്യുൽപാദനശേഷി കുറക്കുമെന്ന് വിദഗ്ധരുടെ കണ്ടെത്തൽ. KMIC ന്യൂസ് ടൈം ഗസ്റ്റ് ഡെസ്കിൽ ഇന്ന് KT ജലീൽ MLA. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ബഹുജന പ്രക്ഷോഭം നടത്താൻ CPM തീരുമാനം. പാർട്ടി നേതാക്കളെ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി വേണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം വടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIM പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഇന്നത്തെ ഈ നടപടികൾ ഉടൻ നിർത്തിവെക്കണം. പോലീസും ഒരു സംഘം മാധ്യമങ്ങളും ചേർന്ന് CPIM-നെ പ്രതി ചേർത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാര വേലകൾ അവസാനിപ്പിക്കണം. അടുത്ത മാസം 3 വൈകിട്ട് 5 മണി മുതലാണ് വടകരയിൽ 24 മണിക്കൂർ ബഹുജന ധർണ സംഘടിപ്പിക്കുന്നത്. ഇതേ ആവശ്യം ഉന്നയിച്ച് 5 വൈകിട്ട് ഒഞ്ചിയം പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലും ബഹുജന കൂട്ടായ്മകൾ നടത്തും. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിന് CPM നേതാവ് എളമരം കരീം MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. അന്വേഷണ സംഘത്തിലെ DYSP KV സന്തോഷിനെ ഭീഷണിപ്പെടുത്തിയതിനാണ് വടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. UDF ആവശ്യപ്രകാരമാണ് കേസെടുത്തതെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും കരീം പ്രതികരിച്ചു. പെട്രോൾ വിലവർധനയിൽ പ്രതിഷേധിച്ച് NDA ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇടത് പാർട്ടികളുടെ രാജ്യവ്യാപക പണിമുടക്കും പലയിടങ്ങളിലും ജനജീവിതത്തെ ബാധിച്ചു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പ്രവർത്തകരും ബീഹാറിലെ പട്നയിൽ JD-യും പ്രവർത്തകരും ട്രെയിനുകൾ തടയുകയാണ്. കർണാടകയിൽ ബന്ദ് അനുകൂലികൾ 11 ബസ്സുകൾ നശിപ്പിച്ചു. കൊൽക്കത്തയിലും ബന്ദ് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. പെട്രോൾ വിലവർധനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഓട്ടോകളും ഓടുന്നില്ല. കടൽക്കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് മറീനുകളായ ലസ്തോറ മിസിമിലിയാനോ, സാൽവത്തോറ ജെറോൺ എന്നിവർക്ക് ജസ്റ്റിസ് NK ബാലകൃഷ്ണൻ ജാമ്യം അനുവദിച്ചത്. കൊച്ചി വിട്ടുപോകാൻ പാടില്ല എന്നതാണ് മുഖ്യ ഉപാധി. കടൽക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ലെന്നും വിചാരണയുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയാണ് മറീനുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യം അനുവദിക്കുന്ന പക്ഷം കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരും വിചാരണയ്ക്ക് പ്രതികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന സർക്കാരും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. 1 കോടി രൂപ വീതമുള്ള 2 ആൾ ജാമ്യത്തിലാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ജാമ്യക്കാർ ഇന്ത്യക്കാരാവണം. കോടതി അനുമതി കൂടാതെ പ്രതികൾ കേരളം വിടരുത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ 10 കിലോമീറ്റർ പരിധിയിൽ പ്രതികൾ താമസിക്കണം. ദിവസവും രാവിലെ 10-നും 12-നും ഇടയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെ ഹാജരാകണം. വിചാരണയ്ക്ക് സഹകരിക്കണം എന്നിവയാണ് പ്രധാന ജാമ്യ വ്യവസ്ഥകൾ. അതിനിടെ മറീനുകൾക്ക് എതിരെ കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ള സുവാ നിയമപ്രകാരമുള്ള കുറ്റാരോപണങ്ങൾ ഒഴിവാക്കുമെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചെന്ന് TP വധക്കേസിലെ പ്രതികളായ 2 CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കോടതിയിൽ പരാതിപ്പെട്ടു. നേതാക്കളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് CPM-ഉം ആവശ്യപ്പെട്ടു. മാധ്യമങ്ങൾക്കും പോലീസിനുമെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് CPM കോഴിക്കോട് ജില്ലാ നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ നേരത്തെ അറസ്റ്റിലായ CPM ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം പടയങ്കണ്ടി രവീന്ദ്രൻ, കൊമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രൻ എന്നിവരാണ് കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിപ്പെട്ടത്. നേതാക്കളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് പിന്നീട് എളമരം കരീം ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റ് രീതിയിൽ പീഡിപ്പിച്ച ആളുകൾ വേറെയുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ ക്യാമ്പിൽ ഇന്ന് ആ സംഘത്തിലുള്ള പോലീസുകാരെ പരിശോധിച്ച് ഈ
മർദ്ദനമേറ്റ ആളുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഉദ്യോഗസ്ഥരുടെ പേരും പദവിയും പരാമർശിച്ചായിരുന്നു കരീമിന്റെ വാർത്താസമ്മേളനം. പാർട്ടിക്കെതിരെ പോലീസ് മാധ്യമവേട്ട ആരോപിച്ച് ബഹുജന പ്രക്ഷോഭണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മാസം 3 വൈകിട്ട് 5 മണി മുതലാണ് വടകരയിൽ 24 മണിക്കൂർ ബഹുജന ധർണ സംഘടിപ്പിക്കുന്നത്. മാധ്യമങ്ങൾക്കും പോലീസിനുമെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി.പി. രാമകൃഷ്ണനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കോടതിയെ ലക്ഷ്യമാണെന്ന് ഹർജിയിൽ പറയുന്നു. സമ്പത്ത് കസ്റ്റഡി മരണക്കേസിലെ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ ലംഘനമാണിതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സമരത്തെ തുടർന്ന് ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കാതിരുന്നതിൽ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനെ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചു. അനുമതിയില്ലാതെയായിരുന്നു പ്രകടനമെന്നറിയിച്ച കമ്മീഷണർ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സമരത്തെക്കുറിച്ചുള്ള എല്ലാ വിവരവും പോലീസിന് അറിയിച്ചിരുന്നുവെന്ന് കുടുംബി സേവാ സംഘം ഭാരവാഹികൾ പറഞ്ഞു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് വിളിച്ചുവരുത്തി രാവിലെ തന്നെ കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെടുകയായിരുന്നു. ഗതാഗതക്കുരുക്കിൽപ്പെട്ട അഭിഭാഷകരാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. ദീർഘനേരം ഗതാഗതക്കുരുക്കിൽപ്പെട്ട ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ഉച്ചയോടെ കമ്മീഷണറെ ചേംബറിലേക്ക് വിളിച്ചുവരുത്തി അതൃപ്തി അറിയിക്കുകയായിരുന്നു. അനുമതിയില്ലാതെയായിരുന്നു പ്രകടനമെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു കമ്മീഷണറുടെ വിശദീകരണം. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച അദ്ദേഹം കേസെടുത്തു നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. അതേസമയം കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണം അസത്യമാണെന്നായിരുന്നു കുടുംബി സേവാ സംഘത്തിന്റെ പ്രതികരണം. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രേഖാമൂലം പ്രകടനത്തെക്കുറിച്ചും റെയിൽവേ ഉപരോധത്തെക്കുറിച്ചും പോലീസിനെയും റെയിൽവേയെയും അറിയിച്ചിരുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ.വി. ഭാസ്കരൻ പറഞ്ഞു. പോലീസിന് നൽകിയ അപേക്ഷയുടെ പകർപ്പും അദ്ദേഹം ഹാജരാക്കി. കേസെടുക്കാൻ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ശക്തമായ സമരപരിപാടി മുന്നോട്ട് പോകാനുള്ള നമ്മൾക്ക് ആർജവമുണ്ട്. നമ്മളത് ചെയ്തിരിക്കും. ജനജീവിതം സ്തംഭിപ്പിച്ചു പോകാൻ മുന്നോട്ട് പോകാനുള്ള തീവ്രമായ സമരങ്ങൾക്ക് അക്കരെ സമരമില്ല. തീവ്രമായ പോലീസ് കടുത്ത നടപടിയെടുത്താൽ അതിനെ അതിജീവിക്കാൻ സമരത്തിന്റെ ഡിമാൻഡ് ശരിയാണ്. ജനസമൂഹത്തിൽ മനസാക്ഷിയെ തൊട്ട് കാണിച്ചുകൊണ്ട് മനസാക്ഷിയെ ഉയർത്തിക്കൊണ്ട് എസ്.എസ്.എഫ്. സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിംഗ് സംവിധാനത്തിന്റെ ഭാഗമായ ഡിവിഷൻ തല സൊഫ്പ ട്രെയിനിംഗ് ഹബിന്റെ യൂണിറ്റ് തെഹരീക്കിന്റെയും റിസോഴ്സ് ഗ്രൂപ്പിനുള്ള സംസ്ഥാനതല ട്രെയിനിംഗ് ഇന്ന് കോഴിക്കോട് സ്റ്റുഡൻസ് സെന്ററിൽ ആരംഭിച്ചു. ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100 കണക്കിന് പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഅല്ലിം ക്ഷേമനിധിയുടെ പ്രചാരണം വിപുലമാക്കുന്നതിന് SJM ജില്ലാ സെക്രട്ടറിമാരുടെ യോഗം പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കൾ ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ജില്ലാതല പര്യടനം നടത്തും. യോഗത്തിൽ പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അബു ഹനീഫ് അൽ ഫൈളി, BPM ഫൈസി വില്യപ്പള്ളി, കുഞ്ഞുകുളം സുലൈമാൻ സഖാഫി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. SVSന് 6 മാസത്തെ ക്രിയാത്മക കർമ്മ പദ്ധതി. സമസ്ത കേരള സുന്നി യുവജന സംഘം SYS 6 മാസത്തെ ക്രിയാത്മക കർമ്മ പദ്ധതിക്ക് അന്തിമ രൂപം നൽകി. 2010-12 പ്രവർത്തന കാലയളവിലെ 3ാമത് വാർഷിക കൌൺസിലുകളോടനുബന്ധിച്ച് നാദാപുരം ദാറുൽ ഹുദയിൽ നടന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനമാണ് കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയത്. യൂണിറ്റ്, പഞ്ചായത്ത്, മേഖല, ജില്ലാ പ്രതിനിധി സമ്മേളനങ്ങൾ സമാപനം കുറിച്ച് നടന്ന ദ്വിദിന സമ്മേളനത്തിൽ 161 കൌൺസിലർമാർ സംബന്ധിച്ചു. പ്രസ്ഥാന കുടുംബം ചേർന്ന് നടത്തിയ കാന്തപുരത്തിന്റെ കേരളയാത്രയുടെ വിജയ പശ്ചാത്തലവും പ്രസ്ഥാനത്തിലുണ്ടായ വർദ്ധിത ജനപിന്തുണയും കൈമുതലാക്കി സമൂഹത്തിന്റെ മുന്നിൽ പ്രതിജ്ഞാബദ്ധമായി മുന്നേറാനുള്ള കർമ്മ പദ്ധതികൾക്കൊപ്പം സംഘടന സ്വീകരിക്കേണ്ട നയനിലപാടുകൾക്കും രൂപം നൽകുകയുണ്ടായി. കീ ഘടകങ്ങളിലെ സംഘടനാ ചർച്ചകളിൽ രൂപപ്പെടുത്തിയ കരട് റിപ്പോർട്ടുകളെ അധികരിച്ച് നടന്ന വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് പദ്ധതികൾക്കും നയനിലപാടുകൾക്കും അന്തിമ രൂപം നൽകിയത്. ആഭ്യന്തര സജ്ജീകരണം ലക്ഷ്യം വെച്ച് സംഘടനാ സ്കൂൾ 2ാം ഘട്ട പ്രവർത്തനങ്ങളും ആദർശ പ്രചാരണവും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും ഉൾക്കൊള്ളുന്നതാണ് 6 മാസത്തെ കർമ്മ പദ്ധതികൾ. തുടർന്ന് 2012-15 പ്രവർത്തന കാലയളവിലേക്കുള്ള മെമ്പർഷിപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ജൂൺ 15 മുതൽ 30 വരെ കാലയളവിൽ ജില്ലകൾ തോറും എക്സിക്യൂട്ടീവ് ക്യാമ്പുകൾ നടത്തി കൌൺസിൽ നിർദ്ദേശങ്ങൾ പഠനവിധേയമാക്കും. ജൂൺ, ജൂലൈ മാസങ്ങളിൽ സാന്ത്വനം കർമ്മ പദ്ധതികളുടെ ഭാഗമായി പരിസര ശുചീകരണം,
ആരോഗ്യ ബോധവൽക്കരണം, രോഗപരിചരണം, ചികിത്സാ സഹായം, മെഡിക്കൽ കാർഡ് വിതരണം എന്നിവ നടപ്പാക്കും. ജൂലൈ 20, ആഗസ്റ്റ് 20 കാലയളവിൽ റംസാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ആഗസ്റ്റ് 3 വെള്ളിയാഴ്ച കരുണ നാടുകളിൽ കാരുണ്യ കൈനീട്ടമെന്ന സന്ദേശവുമായി റിലീഫ് ഡേ ആചരിക്കും. സെപ്റ്റംബർ, ഡിസംബർ കാലയളവിൽ വിപുലമായ ആദർശ പ്രചാരണ പരിപാടികൾ നടക്കും. ഒക്ടോബറിലാണ് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക. പാൻ മസാല ഉപയോഗം പ്രത്യുൽപാദന ശേഷി കുറക്കുമെന്ന് പഠനം. പാൻ മസാലയും ഗുഡ്കയും ലൈംഗിക ശേഷിയും പ്രത്യുൽപാദന ശേഷിയും ഇല്ലാതാക്കുന്നതായാണ് പഠന റിപ്പോർട്ട്. ഗുഡ്കയിൽ ചേർത്ത ചില പദാർത്ഥങ്ങൾ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിന്റെയും സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെയും ഉൽപാദനത്തിൽ കുറവ് വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തിയത്. പാൻ മസാലയും അർബുദവും തമ്മിലുള്ള ബന്ധം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈംഗിക ജീവിതത്തെയും പ്രത്യുൽപാദനത്തെയും ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ ബാധിക്കുന്ന കാര്യം എന്തുകൊണ്ടോ അത്രയേറെ പുറത്ത് അറിയപ്പെട്ടിരുന്നില്ല. മനുഷ്യരെ പഠനവിധേയരാക്കുന്നതിനു മുമ്പ് മൃഗങ്ങളിൽ നടത്തിയ പഠനമാണ് ആദ്യമായി ഈ ബന്ധം പുറത്തു കൊണ്ടുവന്നത്. രണ്ട് തരത്തിലാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ലൈംഗിക ശേഷിയെ നശിപ്പിക്കുന്നതെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ഇന്ത്യൻ ഡയബറ്റിക് എഡ്യൂക്കേഷൻ അസോസിയേഷൻ ചെയർമാനുമായ ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ പറഞ്ഞു. ഇന്ന് പുകയില വിരുദ്ധ ദിനം. നിരോധം കാറ്റിൽ പറത്തി പൊതുസ്ഥലങ്ങളിൽ പുകവലി വ്യാപകമായി നടക്കുന്നു. നിരോധനവും നിയന്ത്രണവും കടലാസിലൊതുങ്ങുമ്പോഴും പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു പുകയില വിരുദ്ധ ദിനം. സിഗരറ്റും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല നിയമങ്ങളെയും പോലെ അതും കാറ്റിൽ പറക്കുകയാണ്. പാൻ മസാല സമ്പൂർണമായി നിരോധിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തവണ പുകയില വിരുദ്ധ ദിനം കടന്നുവരുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ പ്രധാന വില്ലൻ സിഗരറ്റ് തന്നെയാണ്. പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പാത്തും പതുങ്ങിയും വലിക്കുന്നവരുടെ എണ്ണം കുറവല്ല. അന്യരാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വില കൂടിയ സിഗരറ്റുകൾ പോലും സംസ്ഥാനത്ത് നിയന്ത്രണങ്ങളൊന്നും കൂടാതെ വിറ്റഴിക്കുന്നു. സ്കൂൾ കുട്ടികൾ മാരകമായ രീതിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി വിവിധ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞെത്തുന്ന പാൻപരാഗ്, ഷാംപൂ, ചൈനി, ഖൈനി എന്നിവയാണ് സ്കൂൾ കുട്ടികൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. ലോകത്ത് പ്രതിവർഷം 60 ലക്ഷത്തിലധികം ആളുകൾ പുകയില ഉപയോഗം മൂലം മരിക്കുന്നതായാണ് കണക്ക്. ഇന്ത്യയിൽ ഏകദേശം 10 ലക്ഷത്തോളം പേരും കേരളത്തിൽ 40,000-ഓളം പേരുമാണ് ഇത്തരത്തിൽ മരിക്കുന്നതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. സിഗരറ്റ് ഉപയോഗിക്കുന്നതിന്റെ തിക്തഫലം അത് വലിക്കുന്നവർ മാത്രമല്ല പുക ശ്വസിക്കുന്നവരും അനുഭവിക്കേണ്ടി വരുന്നു. വീട്ടിലിരുന്നുള്ള ഗൃഹനാഥന്റെ പുകവലി വീട്ടിലെ മറ്റു അംഗങ്ങളെയും ബാധിക്കും. വിട്ടുമാറാത്ത ചുമ, ആസ്മ, കഫക്കെട്ട്, വലിവ്, ജലദോഷം തുടങ്ങിയ രോഗങ്ങളാണ് ഇതിന്റെ ഫലമായി പിടിപ്പെടുക. പുകവലിക്കുന്നവരുടെ സാമീപ്യം ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെപ്പോലും ദോഷകരമായി ബാധിക്കും. ഗർഭിണികളിലെ പുകവലി ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് വരെ കാരണമാക്കുന്നു. പച്ചക്കറി വിലയിൽ നടുവടിഞ്ഞ തിരുവനന്തപുരം നഗരവാസികൾക്ക് ആശ്വാസം പകർന്ന് ഹരിത മൊബൈൽ സ്റ്റാളുകൾ. പുതിയ മൊബൈൽ വാഹനങ്ങൾ കൃഷിമന്ത്രി KP മോഹനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിപണി വിലയിൽ നിന്ന് 30% കുറച്ചാണ് ഹരിത സ്റ്റാളുകളിൽ പച്ചക്കറി വിൽക്കുന്നത്. വിപണിയിൽ കിലോയ്ക്ക് 40 രൂപയുള്ള കത്തിരി ഹരിത സ്റ്റാളിൽ 26 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 48 രൂപയുള്ള പാവയ്ക്ക് 32 രൂപക്കും 44 രൂപയുള്ള കാരറ്റിന് 29 രൂപയും നൽകിയാൽ മതി. ഇത്തരത്തിൽ 42 പച്ചക്കറി ഇനങ്ങൾ 30% വില കുറച്ച് ഹരിത സ്റ്റാളിൽ ലഭിക്കും. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്നതിനാലാണ് വില കുറച്ച് വിൽക്കാൻ കഴിയുന്നത്. ഹോർട്ടികോപ്പിന്റെ മാത്രമായിട്ടില്ല 100-ൽ പരം ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള മറ്റ് വിപണന കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ സിവിൽ സപ്ലൈസുമായി ചേർന്നുകൊണ്ട് മൊത്തത്തിലായിട്ട് 250-ഓളം ഫ്രാഞ്ചൈസികളും ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ജില്ലയിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഹോർട്ടികോപ്പിന്റെ വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. രൂപയുടെ വിനിമയ നിരക്കിൽ റെക്കോർഡ് ഇടിവ്. ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ രൂപയുടെ മൂല്യം 56.50 ആയി. കഴിഞ്ഞയാഴ്ച മൂല്യം 56.40 വരെ എത്തിയിരുന്നു. യൂറോ മേഖലയിലെ പ്രതിസന്ധികൾക്കൊപ്പം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ വെല്ലുവിളികളുമാണ് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപെടലും ഫലപ്രദമാകുന്നില്ല എന്നതിന്റെ സൂചനയും ഇതിലുണ്ട്.
ദേശീയപാതയിൽ വാവാട് അങ്ങാടിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കരുവമ്പൊയിൽ സ്വദേശി മരിച്ചു. പാറക്കൽ മൊയോട്ട് KV അബ്ദുറഹ്മാൻകുട്ടി ഹാജിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് അപകടം. കൊടുവള്ളി ഭാഗത്തു നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന അബ്ദുറഹ്മാൻകുട്ടി ഹാജിയുടെ കാർ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. താമരശ്ശേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറിലെ യാത്രക്കാരനായ വയനാടി കുപ്പാടി കുമാറിനെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യയുടെ ആനന്ദ് വീണ്ടും വിശ്വത്തിന്റെ നാഥനായി. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം വിശ്വനാഥൻ ആനന്ദ് നിലനിർത്തി. ചാമ്പ്യനെ നിശ്ചയിച്ച ടൈബ്രേക്കറിൽ ഇസ്രായേലിന്റെ ബോറിസ് ഗൽഫാൻസിനെതിരെ 2.5 പോയിന്റ് നേടിയാണ് ആനന്ദ് 5ാം ലോക കിരീടം നേടിയത്. കടുത്ത സമ്മർദ്ദം അതിജീവിച്ചാണ് കിരീടം നിലനിർത്തിയതെന്ന് ആനന്ദ് പറഞ്ഞു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ KT ജലീൽ MLA നമ്മോടൊപ്പം ചേരുന്നു. ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅവാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ KT ജലീൽ MLA നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ KT ജലീൽ MLA കേൾക്കാമല്ലോ? MLA ശ്രീ KT ജലീൽ, KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക് 2-3 ചോദ്യങ്ങൾ താങ്കൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. ചോദിക്കാമല്ലോ? മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിന്റെ പൊതുവെയും പൊതു പ്ലാറ്റ്ഫോറമാണ് ലീഗെന്നും മുസ്ലിങ്ങളുടെ ഐക്യമാണ് ലീഗിന്റെ ലക്ഷ്യം എന്നും അവകാശവാദം ഉന്നയിച്ചിരുന്ന ലീഗ് മാനവികതയെ ഉണർത്തുന്നു എന്ന ശീർഷകത്തിൽ ഈയടുത്ത് കാന്തപുരം നടത്തിയ കേരളയാത്രയിൽ ലീഗ് ഒഴികെയുള്ള മുഴുവൻ പാർട്ടികളും എല്ലാ മതസ്ഥരും പരിപൂർണമായി സഹകരിച്ചപ്പോൾ ലീഗ് വിട്ടുനിന്നതിനെ കുറിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? മുസ്ലിങ്ങളുടെ പൊതു രാഷ്ട്രീയ പാർട്ടി എന്നാണ് മുസ്ലിം ലീഗ് അറിയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം ജനവിഭാഗത്തെ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് ലീഗിന്റെ ഇക്കാലം എത്രയുമുള്ള നയമായിരുന്നില്ല. പക്ഷെ സമീപകാലത്ത് ലീഗ് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന ഒരു യാത്രയോട് എന്തിനാണ് ലീഗ് നിസ്സഹകരിച്ചത്? വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു മുസ്ലിം സംഘടന എന്നുള്ള അർത്ഥത്തിലും രൂപത്തിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനങ്ങളുടെ വാർഷിക പരിപാടികളും അനുബന്ധ പരിപാടികളും കാന്തപുരം നടത്തിയ യാത്രയും അതിലൊക്കെ ലീഗ് സഹകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. സഹകരിച്ചില്ല എന്നുള്ളത് ലീഗ് മുസ്ലിം സമുദായത്തിലെ ചില അവാന്തര വിഭാഗങ്ങളുടെ മാത്രം രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള ഒരു ധാരണ പരക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് ലീഗിന്റെ ഇക്കാലമത്രയും ഉയർത്തിപ്പിടിച്ച ആശയഗതികൾക്കും ലീഗിന്റെ രൂപീകരണ തത്വങ്ങൾക്കും തന്നെ എതിരാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളാണ്. ആ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണമാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത്. ന്യൂനപക്ഷങ്ങളിൽ തന്നെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവരെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ തന്നെയുള്ള പ്രബല വിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ട് ലീഗ് പോകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുസ്ലിം ലീഗിന് വലിയ താല്പര്യമില്ല. പകരം തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതാനും ആളുകൾ അല്ലെങ്കിൽ സംഘടനകൾ അവരുടെ സംഘടനാപരവും സാമ്പത്തിക രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമേ ലീഗിന് താല്പര്യമുള്ളൂ എന്നാണ്. ഇത് ലീഗിന് ഭാവിയിൽ
വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസപരമായും സാമൂഹിക പ്രവർത്തനത്തിലും സാഹിത്യ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന താങ്കൾ ലീഗിന്റെ ഈ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ജനാധിപത്യത്തോട് മാത്രമല്ല മാനവികതയോട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കൊന്നൊടുക്കുന്ന പാർട്ടി ആണെന്ന ശത്രുക്കളും അത് ശരിവെക്കുന്ന പ്രസ്താവന ഇറക്കുന്ന നേതാക്കളുമുള്ള CPM-നെ കുറിച്ച് താങ്കളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? CPIM ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയ പാർട്ടിയാണ്. CPIM ആണ് സമീപകാലത്ത് നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പിന്നിൽ എന്ന് മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളും വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതായിട്ടാണ് ഉള്ളത്. കേരളത്തിൽ ഒരേ ഒരു MLA മാത്രമാണ് വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ മറ്റു പാർട്ടികളുടെയോ MLA-മാരല്ല. CPIM-ന്റെ MLA ആയിരുന്ന മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് 2 തവണ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കുഞ്ഞാലിയെ MLA ആയിരിക്കുന്ന സമയത്താണ് പട്ടാപ്പകൽ നിലമ്പൂരിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ആ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാളെപ്പോലും ശിക്ഷിച്ചില്ല എന്നുള്ളതും ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ഭരണകൂടവും ജുഡീഷ്യറിയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സഖാവ് കുഞ്ഞാലി എന്ന് പറയുന്ന CPIM-ന്റെ MLA-യെ വെടിവെച്ച് കൊന്നിട്ട് ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാത്ത സ്ഥിതി നമ്മളുടെ സംസ്ഥാനത്തുണ്ടായത്. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവനെ ഇരുട്ടിന്റെ മറവിൽ പതിയിരുന്ന് കുത്തിക്കൊലപ്പെടുത്തിയത് കേരളത്തിലാണ്. UDF-ന്റെ കൺവീനർ TP തങ്കച്ചൻ വധിക്കപ്പെടുന്നത് നമുക്കിന്ന് ആലോചിക്കാൻ കഴിയുമോ? LDF-ന്റെ കൺവീനർ വൈക്കം വിശ്വന് എന്തെങ്കിലും സംഭവിക്കുന്നത് നമുക്കിന്ന് ആലോചിക്കാൻ സാധിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറെയാണ്, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെയാണ് അതിക്രൂരമായി ദാരുണമായി കൊല ചെയ്തത് കേരളത്തിൽ. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ, KPCC-യുടെ ഭാരവാഹികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ കേരളത്തിൽ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ മുൻ MLA പിന്നീട് അദ്ദേഹം CPIM-നോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ചിരുന്ന അബ്ദുൽ ഖാദർ. ആ അബ്ദുൽ ഖാദർ ഇടതുപക്ഷ മുന്നണിയും CPIM-ഉമായി സഹകരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് കൊടുങ്ങല്ലൂരിൽ വെച്ച് അദ്ദേഹത്തെ ഒരു ദിവസം പട്ടാപ്പകൽ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 500-ലധികം സഖാക്കൾക്ക്, CPIM-ന്റെ പ്രവർത്തകന്മാർക്ക് ജീവൻ പൊലിഞ്ഞുപോയിട്ടുണ്ട് കേരളത്തിൽ. അത്ര വലിയ അക്രമങ്ങൾക്ക് വിധേയമായ പാർട്ടി കേരളത്തിൽ വേറെയില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തുമാത്രം സത്യമുണ്ട് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. BJP-ക്കാരെ CPIM-കാർ വകവരുത്തിയിട്ടുണ്ട് എന്ന് പറയും. ഉണ്ടാകാം. പ്രതിരോധം എന്നുള്ള രീതിയിൽ CPIM-നോട് വളരെ ശക്തമായി കയർത്തു നിന്നപ്പോ അവർ പ്രതികരിച്ചിട്ടുണ്ടാകാം. എത്ര CPIM-ന്റെ പ്രവർത്തകന്മാരെ BJP-ക്കാർ വകവരുത്തിയിട്ടുണ്ട്, കോൺഗ്രസുകാർ വകവരുത്തിയിട്ടുണ്ട്. 1987 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പുറകെ, തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ്, ആ ഇടവേള ദിവസങ്ങളിലാണ് ചീമേനിയിൽ CPIM-ന്റെ ഒരു ഓഫീസ് പൂട്ടിയിട്ട് അത് തീ കൊളുത്തി 5 CPIM-ന്റെ പ്രവർത്തകന്മാരെ അതിക്രൂരമായി തീ കൊളുത്തി കൊന്നത്. പച്ചക്ക് ചുട്ടുകൊന്നു ചീമേനിയിൽ. കോൺഗ്രസുകാരല്ലേ ചെയ്തത്? അതുപോലെ തന്നെ എത്രയോ CPIM-ന്റെ പ്രവർത്തകന്മാർ, 500-ലധികം സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആരും ഒന്നും പറയുന്നില്ല. TP ചന്ദ്രശേഖരന്റെ വധം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ചേർത്ത് വായിക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം. TP ചന്ദ്രശേഖരനോട് CPIM-ന് വല്ല വിദ്വേഷവും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കുവാൻ ഇതിനേക്കാൾ നല്ല സമയം CPIM-ന് കിട്ടിയിട്ടുണ്ടല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട സന്ദർഭത്തിൽ വധം നടപ്പിലാക്കാമായിരുന്നു. അന്ന് CPIM ആയിരുന്നു കേരളത്തിൽ ഭരിച്ചിരുന്നത്. ആഭ്യന്തര വകുപ്പ് CPIM-ന്റെ കയ്യിലായിരുന്നു. അന്ന് ഇത് ചെയ്യാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. കുഞ്ചിയം മേഖലയിൽ CPIM പരാജയപ്പെട്ടു. TP ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് ആ പരാജയത്തിന്റെ മുഖ്യ കാരണക്കാർ.
അവർക്ക് വല്ല പ്രതികാരവും ഉണ്ടായിരുന്നെങ്കിൽ CPIM അന്നും കേരളത്തിൽ ഭരണത്തിലായിരുന്നു. ഭരിക്കുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് ഈ വധം നടപ്പിലാക്കാമായിരുന്നില്ലേ? എന്തിനാണ് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വധം നടന്നത്? ആരാണിത് നടത്തിയത്? ഇനിയും കണ്ടുപിടിക്കപ്പെടേണ്ട സത്യമാണിത്. നെയ്യാറ്റിൻകരയിലെ തെരഞ്ഞെടുപ്പിൽ ആരെക്കാളും അധികം ജയിക്കുക എന്നുള്ളത് CPIMന്റെ ഏറ്റവും വലിയ ജീവൽ പ്രധാനമായ ഒരു വിഷയമാണ്. CPIMൽ നിന്ന് വിലക്കെടുക്കപ്പെട്ട് കൂറുമാറ്റിയ ഒരാളാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഓരോ CPIMന്റെയും ഇടതുപക്ഷ ചേരിയിലുള്ളവരുടെയും മനസ്സ് ശെൽവരാജനെ തോൽപ്പിക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നത്. CPIMന് ചന്ദ്രശേഖരനെ വധിക്കണമെങ്കിൽ 2-ാം തീയതി നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാമായിരുന്നല്ലോ. 3-ാം തീയതി ചെയ്യാമായിരുന്നല്ലോ ഇത്, അല്ലെങ്കിൽ 4-ാം തീയതി ചെയ്യാമായിരുന്നല്ലോ. നെയ്യാറ്റിൻകരയിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കും എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഇത് CPIMനെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷമവൃത്തത്തിലാക്കി നെയ്യാറ്റിൻകര കടക്കുവാനുള്ള കുതന്ത്രത്തിന്റെ അനന്തരഫലമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത്യാദി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ട്. ഇതിനു മുൻപും ഗുജറാത്തിൽ നരേന്ദ്രമോദിയാണ് വിജയകരമായി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ളത്. 2-ാമത്തെ തവണ നരേന്ദ്രമോദി ഗുജറാത്തിൽ മത്സരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിനെതിരായി കലാപക്കുറി ഉയർത്തിയത്. അത് തനിക്ക് രാഷ്ട്രീയമായ വെല്ലുവിളി സൃഷ്ടിക്കും എന്ന് വന്നപ്പോഴാണ് ഗുജറാത്തിലെ ചിരപുരാതനമായ അക്ഷർധാം ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത്. പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിം തീവ്രവാദികളാണ് അക്ഷർധാം ക്ഷേത്രം ആക്രമിച്ചത് എന്ന് പറഞ്ഞു. അക്ഷർധാം ക്ഷേത്രം ആക്രമിച്ച മുഴുവൻ ആളുകളെയും ഗുജറാത്ത് പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. ഒരാളെയും ജീവനോടുകൂടി അവശേഷിപ്പിച്ചില്ല. അക്ഷർധാം ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2-ാമത്തെ തവണ മോദി ഗുജറാത്തിൽ അധികാരത്തിൽ വന്നത്. 3-ാം തവണ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഗോദ്രയിൽ അയോധ്യയിൽ നിന്ന് വരികയായിരുന്ന ഭക്തന്മാരുടെ ഹൈന്ദവ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന തീവണ്ടിക്ക് തീ കൊളുത്തിയത്. തീവണ്ടിക്ക് തീ കൊളുത്തി 10-60ഓളം ആളുകൾ മരണപ്പെട്ടു. അത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി. എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരായി ഗുജറാത്തിൽ വ്യാപകമായ കലാപം ഉണ്ടാക്കി. 5000-ത്തിലധികം മുസ്ലിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ മുതൽ നഷ്ടപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി 3-ാമത്തെ തവണയും ഗുജറാത്തിൽ അധികാരത്തിൽ വന്നത്. തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത്യാദി സംഭവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലതുപക്ഷ പാർട്ടികൾ ഇക്കാലം അത്രയും സ്വീകരിച്ച ഒരു നിലപാടാണ്. പിറവത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ശെൽവരാജിനെ കൂറുമാറ്റിയത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, അതായത് നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ LDFൽ നിന്ന് ആരെയെങ്കിലും കൂറുമാറ്റാൻ കഴിയുമോ എന്ന് അവർ കിണഞ്ഞു നോക്കിയതാണ്. പക്ഷെ കഴിഞ്ഞില്ല. അപ്പോൾ എന്തെങ്കിലും മറ്റൊരു ബോംബ് പൊട്ടിക്കണം. അങ്ങനെയുള്ള ഒരു പൊട്ടലായിരുന്നു ഇത് എന്ന് നമുക്ക് സംശയിച്ചുകൂടെ? താങ്കൾ പറയുന്നു ശെൽവരാജ് കൂറുമാറിയെന്ന് പറയുന്നു. എഫ് ലോറൻസും കൂറുമാറിയതല്ലേ CPIMന്റെ മത്സരിക്കുന്ന? എഫ് ലോറൻസ് കൂറുമാറിയത് 10 കൊല്ലം മുമ്പ് കോൺഗ്രസിനോട്, ഞാൻ ലീഗിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് മാറി നിന്നിട്ടുണ്ട്. ഞാൻ കൂറുമാറിയെന്നെയാണ് പറയുക. എന്നെ മുസ്ലിം ലീഗ് പുറത്താക്കുകയാണ് ചെയ്തത്. എഫ് ലോറൻസ് ഇതിന് 10 കൊല്ലം മുമ്പാണ് അദ്ദേഹം കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് CPIMുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. 2 തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിന്റെ കോട്ടയിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു. ശെൽവരാജും ഇദ്ദേഹവും എങ്ങനെയാണ് സമാനമാവുക? ശെൽവരാജ് കഴിഞ്ഞ 1 വർഷം മുമ്പാണ് ഇതേ നെയ്യാറ്റിൻകരയിൽ ചുറ്റികരിവാൾ നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചത്. 1 കൊല്ലം പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിരുന്നത് എങ്കിൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നു കോൺഗ്രസിനും UDFനും. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് CPIMന്റെ ലക്ഷ്യമെങ്കിൽ MP രാഘവൻ കോൺഗ്രസിൽ പോയിട്ടാണോ അദ്ദേഹം ഇതുവരെയും ജീവിച്ചത്? ഗൗരിയമ്മ വല്ലതും ചെയ്തോ അവരെ? CPIM 2 തവണ കണ്ണൂരിൽ നിന്ന് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്നും 40,000 രൂപ CPIMന്റെ ഓശാരത്തിൽ പെൻഷൻ വാങ്ങുന്ന അബ്ദുള്ള കുട്ടിയെ
ഒരു നുള്ളു മണ്ണെടുത്ത് CPIM-ന്റെ പ്രവർത്തകന്മാരാരെങ്കിലും എറിഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ആലപ്പുഴയിൽ നിന്ന് MP ആയി ജയിച്ച് പിന്നീട് കൂറുമാറിയ ഡോക്ടർ മനോജിനെ CPIM എന്തെങ്കിലും ചെയ്തോ? ഒറ്റപ്പാലത്ത് നിന്ന് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് CPIM-ൽ നിന്ന് കൂറുമാറിപ്പോയ ശിവരാമനെ ഒരു ചെറിയ കല്ലെടുത്തെങ്കിലും എറിഞ്ഞിട്ടുണ്ടോ CPIM-ന്റെ പ്രവർത്തകന്മാർ ആരെങ്കിലും? കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് SFI-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സിന്ധു ജോയിയെ വകവരുത്തുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? കൊലപാതക രാഷ്ട്രീയം ആര് നടത്തുന്നു? ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊലപാതകം നടത്തിയിട്ടില്ലേ? AP അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളായി എന്നുള്ളത് കൊണ്ട് എത്ര ആളുകളെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്? കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുണ്ടൂർ കുഞ്ഞുവിനെ 27-ാം രാവിലാണ് റമളാൻ മാസത്തിൽ നോമ്പ് നോൽത്തിരുന്നു കുഞ്ഞു. ആ കുഞ്ഞുവിനെയല്ലേ അങ്ങാടിയിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് നോമ്പ് തുറക്കുന്നതിന് തൊട്ടുമുമ്പ്? അമ്പലക്കണ്ടിയിലെ കോഴിക്കോട്ടെ KTC അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു AP അബൂബക്കർ മുസ്ലിയാരുടെ അനുയായിയെ തലയിൽ കമ്പിപ്പാറ കയറ്റിയല്ലേ കൊന്നത്. എന്നിട്ട് ആ കമ്പിപ്പാറയുടെ മേൽ പച്ചക്കൊടി നാട്ടി. അതുപോലെ പാണ്ടിക്കാട്ടെ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടില്ലേ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ? കൂടല്ലൂരിനടുത്ത് അബ്ദു എന്ന് പറയുന്ന മൂച്ചിക്കുണ്ടിൽ അബ്ദു എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയിട്ടില്ലേ? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരല്ലേ ബോംബുണ്ടാക്കുന്ന സമയത്ത് ഈ 8 യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെടുന്ന സ്ഥിതി കേരളത്തിലുണ്ടായത്? കഴിഞ്ഞ ദിവസം കണ്ണൂരിലും ഏറ്റവും സമാനമായ ഒരു സംഭവം ഉണ്ടായി. മുസ്ലിം ലീഗിന്റെ 6 പ്രവർത്തകന്മാർ 6 or 7 പ്രവർത്തകന്മാർ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടില്ലേ, വധിക്കപ്പെട്ടില്ലേ? നമ്മൾ എന്താണ് ഇത്? ആസൂത്രിതമായ സംഘടിതമായിട്ടുള്ള CPIM-നെതിരായിട്ടുള്ള ഒരു നീക്കമാണ്. ആഗോളതലത്തിൽ ഗോർബച്ചേവിനെ വിലക്കെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചേരിയെ ദുർബലമാക്കിയതുപോലെ ഇന്ത്യയിൽ ഇടതുപക്ഷ ചേരിയെ ദുർബലമാക്കുവാനുള്ള വളരെ സംഘടിതമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്താമാധ്യമങ്ങളും ഇടതുപക്ഷ പാർട്ടികളും മണി നടത്തിയ പ്രസ്താവനക്ക് മണി നടത്തിയ പ്രസ്താവന ശരിയാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് തെരുവ് പ്രസംഗത്തിലൊക്കെ എല്ലാവരും വെറുതെ ഈ ഗീർവാണ പ്രസംഗങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ MLA ആയിട്ടുള്ള CD ഹാജിയുടെ മകൻ PK ബഷീർ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ കണ്ടല്ലോ. നരേന്ദ്രമോദി അതൊന്നും ഒരു വിഷയമല്ല. ഭാഷയിലാണ് അതിനെ വിമർശിച്ചത് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അടക്കം. അത് നരേന്ദ്രമോദി വരെ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി 5000-ഓളം മുസ്ലിങ്ങളെയാണല്ലോ കൊലപ്പെടുത്തിയത്. അപ്പോ തന്റെ കൂട്ടത്തിൽ വലിയ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഒരാളെന്ന നിലയിൽ പ്രസിദ്ധി ആളാണ് നരേന്ദ്രമോദി. അദ്ദേഹം എം എം മണി ഒരു തെരുവിൽ 50 ആളുകളോട് സംസാരിച്ചത് ഒരാഴ്ച മുമ്പ് 2-3 ആഴ്ച മുമ്പ് സംസാരിച്ചത് എവിടെ നിന്നോ ടേപ്പ് കിട്ടി, അത് പുനഃപ്രസിദ്ധീകരിച്ച ചാനലുകൾ വിഷയമാക്കിയതാണ്. ഇങ്ങനെ എല്ലാ ആളുകളും പ്രസംഗിക്കുന്നത് ടാപ്പ് പിടിച്ച് വിഷയമാക്കിയാൽ ഈ നാട്ടിലെ പോലീസിന് കേസെടുക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. എം എം മണി ചെയ്ത പ്രസംഗം തെറ്റാണ്. ഒരു സംസ്കൃത ചിത്തമായിട്ടുള്ള ഒരു സമൂഹത്തിൽ അത് യോജിക്കുന്നതല്ല. പക്ഷെ എം എം മണി മാത്രമല്ല അങ്ങനെ നടത്തുന്നത്. മുസ്ലിം ലീഗിന്റെ നിലവിലുള്ള MLA PK ബഷീർ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന. അടിച്ച് കാലൊടിക്കും, പിന്നെ ഭൂലോകത്ത് ഉണ്ടാവില്ല എന്നൊക്കെ. അതൊക്കെ ഒരു സംസാര ഭാഷയാണ്. ബഷീർ അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അതൊക്കെ തെരുവിൽ പ്രസംഗിക്കുമ്പോൾ ചില ആളുകളുടെ ശൈലിയാണ്. അത്തരത്തിൽ അതിനെ കണ്ടാൽ മതി. അങ്ങനെ ഒരു വലിയ ഗൗരവം അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുധാകരനെതിരെ എത്ര കേസെടുക്കണം? കണ്ണൂരിലെ MP K സുധാകരൻ, കണ്ണൂരിലെ MP K സുധാകരൻ സംസാരിക്കുന്നത് പോലെ ആരാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്ര അസഹിഷ്ണുതയോടുകൂടി സംസാരിക്കാറുള്ളത്? തന്റെ മുമ്പിൽ വെച്ചാണ് ഒരു ജഡ്ജിക്ക് പണം കൊടുത്തത് എന്ന് വരെ പറഞ്ഞില്ല. അതിനെതിരെ കേസ് വല്ലവരും കൊടുത്തോ കേരളത്തിൽ? പോലീസ് എന്താ അത് കണ്ടില്ലേ, കേട്ടില്ലേ? കോൺഗ്രസിനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ ശക്തിയെ ഇല്ലാതാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ജഗ്മോഹൻ റെഡ്ഡി, അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ കോൺഗ്രസിന്റെ, അദ്ദേഹം മരണപ്പെട്ടു. ജഗ്മോഹൻ ഇപ്പോഴാണോ അവിഹിതമായി പണം സമ്പാദിച്ചു എന്ന കേസിൽ CBI അറസ്റ്റ് ചെയ്യേണ്ടത്? ഉണ്ടെങ്കിൽ എത്രയോ വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നില്ല. തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ CBI അടക്കമുള്ള സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കുക, ദുർബലമാക്കുക. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിനെതിരെ തന്റെ കുടുംബക്കാരനായ ഒരാൾക്ക് ഭൂമിദാനം ചെയ്തു എന്നുള്ള പേരിലല്ലേ UDF ഗവൺമെന്റ് കേസെടുത്തത്? അദ്ദേഹത്തിന്റെ മകനെതിരായിട്ട് എത്ര കേസുകളാണ് UDF സർക്കാർ എടുത്തത്?
അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പടയാളിയെ ദുർബലമാക്കുക, അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുക. ആ കൂടെ ലക്ഷ്യമാണ്. UDF-ന്റെ ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ മുന്നണിക്ക് അങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ UDF-ന്റെ പല മുതിർന്ന നേതാക്കളും ഇന്ന് ജയിലിലാകുമായിരുന്നില്ലേ? ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മാന്യത ഒന്നുകൊണ്ടും മാത്രമാണ് പല പാർട്ടികളും കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ. അതേക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇന്നത്തെ KMIC ന്യൂസ് ടൈം സമയപരിധി കാരണം ഇന്നത്തെ ഗസ്റ്റ് ഡെസ്ക് ഇവിടെ സമാപിക്കുന്നു. TK ഹംസ, പിണറായി വിജയൻ തിരികേശം സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനകൾ, കേരള യാത്ര എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നാളെ ഇതേ സമയം KT ജലീൽ സാഹിബ്, KT ജലീൽ MLA നമ്മോടൊപ്പം ഗസ്റ്റ് ഡെസ്കിൽ ചേരുന്നു. അവസാനമായി KMIC വാർത്തകൾ. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ ഹിക്കം ദർസ് 5ാം വാർഷികവും ബുഖാരി മസ്ജിദ് ഉദ്ഘാടനവും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കരുവന്തിരുത്തിയിൽ നടക്കും. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ, ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ വൈലത്തൂർ, ഇ സുലൈമാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങി മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും. പ്രോഗ്രാം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. ലൈവ് സംപ്രേഷണത്തിനായി അഡ്മിൻ മുജീബ് CMR-ന്റെ നേതൃത്വത്തിലുള്ള സംഘം കരുവന്തിരുത്തിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് കുണ്ടൂർ ബുർദ നഗരിയിൽ നിന്നും ബുർദ ആസ്വാദനവും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ KMIC ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇതേ സമയം നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബെയിലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.